ഷാമേ, കഴിഞ്ഞ ദിവസം അൻവറിന്റെ വാർത്താ സമ്മേളനം കണ്ടോ? അൻവർ സത്യം പറഞ്ഞാൽ പിണറായി വിജയനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിണറായി വിജയനെ വലിച്ചു വാരി ഭിത്തിയിൽ ഒട്ടിച്ചു എന്നാണ് വിനു വിജയൻ പറഞ്ഞത് ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ ശേഷം. ഇപ്പോൾ അൻവറിനെ നേരിടാൻ CPM ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്. അതായത് അൻവറിനെ പാർട്ടി തിരിച്ചും പ്രകോപിപ്പിക്കും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അൻവറിനെതിരെയുള്ള കേസുകളൊക്കെ പൊടിതട്ടിയെടുക്കും. അൻവർ CPM-നോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അൻവറിന്റെ തടയണ ഒരുപാട് ഉത്തരവുകൾ ഉണ്ടായിട്ട് ഇതുവരെ പൊളിക്കാത്തതെന്ന് നമുക്കറിയാമല്ലോ. പാർട്ടി പ്രകോപിപ്പിക്കും. പോരാത്തതിന് സൈബർ ഇടം പാർട്ടിയെ തിരിഞ്ഞുകൊത്തി എന്നാണ് ഉള്ളിലെ വിലയിരുത്തൽ. ഇപ്പോൾ MP ഗോവിന്ദൻ ഒരു വാർത്താ സമ്മേളനം നടത്താനുള്ള സാധ്യത ഉടനെ തന്നെ കാണുന്നുണ്ട്. അതുമാത്രമല്ല, CPM-ന് അൻവറിനെ നേരിടാനുള്ള ശേഷി മലപ്പുറത്തില്ല എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. അവിടെ CPM-ന്റെ മുഖങ്ങളായിട്ട് നിൽക്കുന്നത് അൻവറും ജലീലും അങ്ങനെ അവരെ പോലുള്ള ആൾക്കാരാണ്. പക്ഷെ കണ്ണൂര് ജയരാജൻ, P ജയരാജൻ അൻവറിന്റെ അടുത്ത സുഹൃത്താണ്. ജയരാജൻ അൻവറിനോട് പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ നെകളിക്കണ്ട, നെകളിച്ചു കഴിഞ്ഞാൽ KPR ഗോപാലൻ്റെയൊക്കെ ചരിത്രമൊക്കെ നമുക്ക് ഓർമ്മിപ്പിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് തോന്നുന്നു? അയാളെ തൊടാൻ പറ്റില്ല ധനുഷേ. അയാൾ ഏത് അറ്റം വരെയും പോകും അൻവർ. അയാളുടെ മൈൻഡ് അങ്ങനെയാണ്. നമ്മൾ ആദ്യം സംസാരിക്കുമ്പോഴേ പറഞ്ഞു അൻവർ ഏതറ്റം പോകും, ഏതറ്റം വരെ എത്തുന്ന ഒരാളാണ്. നിലമ്പൂർ അയാൾ നിന്നാ ജയിക്കുകയും ചെയ്യും. സംശയമില്ലാത്ത അയാൾ ജയിക്കും. പാർട്ടിക്ക് അയാളെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. പിടിച്ചു കെട്ടാൻ, അതായത് എം വി ആറിന്റെ ആത്മകഥ വായിച്ചിട്ടുണ്ടോ? ഒരു ജന്മം എന്നാണ് കഥയുടെ പേര്. ആ കഥയിൽ എങ്ങനെയാണ് പാർട്ടി പുള്ളിയെ നേരിട്ടെന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതിഭീകരമായി പാർട്ടി എങ്ങനെ നേരിട്ടു, പാർട്ടി സ്വന്തം വീട് വരെ കത്തിച്ച കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. MVR എന്ന് പറയുന്നത് DYFI ഉണ്ടാക്കിയ ആളാണ്. DYFIയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് MVR ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. ആ MVR-നെ ഒതുക്കിയതാ പാർട്ടി. പിന്നെ കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന് ഒരു കാലഘട്ടത്തിൽ മുദ്രാവാക്യം വിളിച്ചതാണ്. പാർട്ടി പ്രവർത്തകർ മൊത്തം വിളിച്ചതാണ്. ആ KR ഗൗരി ഈ പാർട്ടി ഒതുക്കിയത്. പക്ഷേ ഇതിൽ എനിക്കൊരു ചോദ്യമുള്ളത്, അന്ന് MVR-നെ ഒതുക്കിയത് MVR ബദൽ രേഖ കൊണ്ടുവന്നപ്പോഴാണല്ലോ. അതെ, ആ ബദൽ രേഖയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ഇന്ന് CPM നടപ്പിലാക്കും. അത് തന്നെയാണ് നടപ്പിലാക്കി. അൻവർ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നാളെ CPM നടപ്പിലാക്കുമെന്നാണ് എന്റെ പേടി. അൻവർ പറയുന്ന സ്വർണ്ണക്കടത്തിനെ കുറിച്ചാണ്. അതാണ് എന്റെ പ്രധാനപ്പെട്ട ഡൗട്ട് എന്ന് പറയുന്നത്. ഈ KR ഗൗരിയെയും MVR-നെയും ഒക്കെ തൊട്ട പാർട്ടിക്ക് ഇന്ന് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചോ? ഇപ്പോൾ മറുപടി പറയുന്നില്ല. പിണറായിയെ പോലെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിക്കുന്ന പാർട്ടി പ്രവർത്തകർ ഇരട്ടച്ചങ്കൻ, സൂര്യൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. വിപ്ലവ സൂര്യൻ, കത്തി നിൽക്കുന്ന സൂര്യ തേജസ് എന്നൊക്കെയാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. ആ സൂര്യ തേജസിന്റെ ദേഹത്ത് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് 24 മണിക്കൂറായി. വെള്ളം എടുത്തൊഴിച്ച്, വെള്ളം എന്ന് പറയാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും ഒരു സാധനം, അത് ഒരു മനുഷ്യ വിസർജ്യം പോലെ എന്തെങ്കിലും ഒരു സാധനം എടുത്തൊഴിച്ചിട്ട് 24 മണിക്കൂറായിട്ട് ദില്ലിയിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് പോയ മുഖ്യമന്ത്രി അവിടെ നിന്ന് സംസാരിക്കുന്ന പുള്ളിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിച്ചോ? പിണറായി ആദ്യമായിട്ടാണ് ഇങ്ങനെ സൈലന്റ് ആവുന്നത്. പിണറായി ആരെയും വെല്ലുവിളിക്കുന്ന ആളാണ്. ഒരു ഘട്ടത്തിൽ പിന്നെ പാർട്ടിയുടെ സമ്മേളന വേദിക്ക് മുന്നിൽ VS-ന് മുദ്രാവാക്യം വിളിച്ചവരോട് ഈ പാർട്ടിയെ കുറിച്ച് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ പിണറായിയുടെ പബ്ലിക് ആയിട്ടുള്ള പ്രസംഗം, അച്ചടക്ക ബോധം വേണം, എന്താണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് പറഞ്ഞ് പാർട്ടി പ്രവർത്തകരെ പരസ്യമായി വിരട്ടിയ പിണറായി വിജയനെ കൊണ്ട് ശേഷിയില്ല. പിണറായി കൊണ്ട് പറ്റുന്നില്ല. കാര്യം അൻവറിന്റെ കയ്യിൽ ഇരിക്കുന്ന ചെറിയ കാര്യങ്ങളൊന്നുമല്ല. എന്താ ഇവിടുത്തെ പോലീസ് മിണ്ടാത്തെ? എത്ര ദിവസമായി പറഞ്ഞിട്ട് ഒരാൾ പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമായിട്ടുള്ള പോലീസിന്റെ ഒഫീഷ്യലി ഉള്ള രേഖ എടുത്ത് പുറത്തിട്ട്, നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? റിമാൻഡ് അടുത്ത സ്പോട്ട് FIR ഇടും. പോലീസിനെ എന്താ പറയാ, പോലീസിനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ പോലീസിന്റെ പിന്നെ ജീപ്പിനകത്തൊന്ന് കയറി ഇരുന്ന് നോക്ക്. ഒരു ജീപ്പ് ഒതുക്കിയിട്ടേക്കുവെന്ന് വെച്ചോ, അതിൽ കുറച്ചു നേരം കയറി ഇരുന്നു, FIR ഇടും, കേസെടുക്കും. അതങ്ങനെയാണ്, നിയമം ഉണ്ടെന്നേ. അതായത് പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു പൊതുജനം തട്ടിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിൽ കേസെടുക്കാം. ഇത് ഔദ്യോഗികമായിട്ടുള്ള എന്തെങ്കിലും ഇതാണോ? നമ്മൾ കണ്ടില്ലേ ഒരു സിനിമയിൽ ആക്ഷൻ ഹീറോ ബിജു അല്ലേ, അതില് പോലീസിന്റെ സെറ്റ് അടിച്ചുകൊണ്ട് പോയി. ഇവിടെ ഫോണങ്ങ് ചോർത്തി, ഇനിയും ചോർത്തു. ADGP-യുടെ ഫോൺ ഞാൻ ചോർത്തി എന്നാ പറഞ്ഞത്. അതായത് ലോ ആൻഡ് ഓർഡറിൽ നിൽക്കുന്ന ADGP-യുടെ ഫോൺ ചോർത്തി എന്ന് അൻവർ പറഞ്ഞിട്ട് അൻവറിനെ തൊടാൻ പറ്റുന്നില്ല. എന്തിനാ? ഇപ്പൊ CM-നെയാണ് വെല്ലുവിളിച്ചത്. മുഖ്യമന്ത്രി കെട്ട സൂര്യൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് ഒരു കൈവിരല് പറ്റുന്നില്ല.
എനിക്ക് അച്ഛനെ പോലെയാണെന്ന് അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനെ പോലെ ആണെന്ന് പറഞ്ഞു. അല്ല, ഇത് എവിടെ പോകുന്നു നമുക്ക്, ഞാൻ അന്നേ പറഞ്ഞതല്ല. അല്ല, എന്താ പിണറായി ഇത്ര പേടിയാന്ന് പറഞ്ഞു? എന്താ ബോംബ് എന്താ അൻവർ ഈ പറയുന്ന പോലെ പോലീസിന്റെ സെറ്റൊക്കെ ചോർത്തി എന്ന് പറയുമ്പോൾ ഇവരുടെ കാര്യമായ രേഖകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. കാര്യമായിട്ടുള്ള കോൾ റെക്കോർഡിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം പിണറായിയെ വീഴ്ത്താനുള്ള, പിണറായിക്ക് ആരെ തൊട്ടാലും വേദനിക്കാന്ന് അറിയോ? മോളെ തൊടണം. മോളെ തൊട്ടാൽ പിണറായിയുടെ കൈ പിന്നെ മോളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കുഴൽനാടനെ എന്തോരം കഷ്ടപ്പെടുത്തി. അതെ അതെ അതെ. പിന്നെ ഈ കുഴൽനാടനെ വരെ അടപടലം എന്താ ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം മാക്സിമം ചെയ്തു. അദ്ദേഹം ഒരു ദിവസം രാവിലെ ഇറങ്ങിയപ്പോ വിജിലൻസ് മുറ്റത്തേക്കുന്നു, ഞങ്ങൾ ഇനി കുറച്ച് പരിശോധിക്കട്ടെ. ഞങ്ങൾ ഇനി കുറച്ചു നേരം അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മതികുഴലാടൻ ഒരു പത്രം എടുത്ത് ഫ്രണ്ട് ഇട്ടിട്ട് അവര് പരിശോധിച്ചിട്ടെന്ന് പറഞ്ഞു. അവര് അങ്ങനെയൊക്കെ ചെയ്ത പിണറായിയെ കൊണ്ട് 24 മണിക്കൂർ തികയാൻ പോയിട്ട് വിളിച്ചിട്ട് നമ്മൾ ഈ എന്താ പറയാ വിളിച്ച് ഒരു MLA ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ പിണറായിയെ പോലെ ഒരാളെ തൊട്ടിട്ട് വിളിച്ചിട്ട് അൻവർ നിൽക്കുന്നു. അൻവറിനെ തൊടാൻ പറ്റത്തില്ല. ഒരു ഘട്ടത്തിലുണ്ടല്ലോ, പണ്ട് ഈ MV ഗോവിന്ദൻ മാഷ് പിന്നെ നമ്മുടെ ഇന്ത്യ വിഷന്റെ OB1 ഇട്ടിരിക്കുക കേട്ടോ. OB1 ഇട്ടിരിക്കുക സൈഡിൽ. ഇപ്പോൾ MV ഗോവിന്ദൻ മാഷ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു, ഈ പാർട്ടിയെ നശിപ്പിക്കാൻ ആ സാധനം കുടവച്ച സാധനം കൊണ്ട് ഇവിടെ കിടക്കുന്നത്. കാര്യമായിട്ട് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അതേ കുടവച്ച സാധനം കൈരളിയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതെ, കൈരളി കൊടുത്തില്ല, അൻവറിന്റെ കൊടുത്തില്ല. പക്ഷെ പാർട്ടി ഇപ്പോൾ പ്രതിരോധത്തിലാണ്. പാർട്ടി പ്രവർത്തകർ മൊത്തം അൻവറിന്റെ കൂടെ. സുഡാപ്പികള് അല്ല, ഇന്നലെ മണിയാശാൻ ഒരു പോസ്റ്റ് ഇട്ടു കേട്ടോ. മണിയാശാന്റെ പോസ്റ്റിന്റെ താഴത്തെ കമന്റുകൾ എന്റെ ക്ഷാമയെ ഞാൻ തെറിയല്ല, ഈ AKGയുടെ ഫോട്ടോ വെച്ച സുഡാപ്പികൾ എന്ന് പറഞ്ഞാല് അവര് വന്ന് മണിയാശാന് ക്ലാസ് എടുക്കുക. മണിയാശാന് ഞാൻ അതിന്റെ താഴെ ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ടാവാം, ഞങ്ങളെ എതിർക്കുന്നവരുണ്ടാവാം. അവരെല്ലാം ആ വഴിക്ക് പോവുക എന്നതേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഞങ്ങളെ ബാധിക്കുന്ന ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. മാസ് ഡയലോഗ് ഇട്ടതാ. 5.1 കമന്റ് ഉണ്ട് അതിന്. അതിന്റെ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇളകി തിരിച്ചിരിക്കുക. ഈ കമ്മികളായിട്ടുള്ള സുഡാപ്പികളുടെ കമന്റുകളാണ്. മനസ്സിലായേ? നവാസ് ഇട്ടിരിക്കുന്ന ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഉടനെ ആരോപണം ഉന്നയിച്ച ആളിനെ കള്ളക്കടത്തുകാരന്റെ ഏജന്റ് ആക്കുന്നത് നിങ്ങളുടെ പഴയ സ്വഭാവം എന്നൊക്കെ. ഇത് CPM അടിമത്തം, ഷക്കീർ എന്ന് പറഞ്ഞ് ഒരുപാട് പേര്. ലത്തീഫ്, ഈ നാടിന്റെ പ്രശ്നങ്ങളാണ് PV അൻവർ പറഞ്ഞത്, അല്ലാതെ അയാളെ പേഴ്സണൽ കാര്യങ്ങളല്ല. ഈ നാട്ടിൽ പലരും പറയാൻ ആഗ്രഹിച്ച എന്റെ ചോദ്യം, എന്താ ഈ നാടിന്റെ പ്രശ്നം? കടത്തുകാരനായിട്ടുള്ള കരിയറിനെ കൊണ്ടുവന്നിട്ട് സംസാരിപ്പിക്കുകയാണ്. സ്വർണ്ണക്കടത്തുകാരനെ ഇയാളങ്ങ് വെളുപ്പിക്കുക. അതൊന്നും ആരും ശ്രദ്ധിക്കാതെ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് ഇസ്ലാമിക കേരളത്തിന്റെ ആരംഭമാണ്. ഇസ്ലാമിക കേരളത്തിന്റെ ആദ്യത്തെ സ്റ്റേജാണിത്. ആദ്യത്തെ സ്റ്റേജ്. ഇത് പതിയെ പതിയെ വളരും. ഈ പറയുന്ന PV അൻവറും ജലീലും ഒക്കെ തനിനിറം കാണിച്ചു തുടങ്ങും. കാണിച്ചു തുടങ്ങി. അൻവർ ഇതുമായിട്ട് ആരോപണമായിട്ട് ബന്ധപ്പെട്ട ഇത് പിണറായി വിജയനും ഈ പോലീസുമായിട്ട് ആരോപണമായിട്ട് ബന്ധപ്പെട്ടപ്പോ തൊട്ട് പിറകെ ജലീൽ വന്ന് പിടിച്ചില്ലേ? അതെ, അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ പറയുന്ന പോലെ ഇസ്ലാമിക കേരളത്തിന്റെ ആരംഭമാണ്. അതിന്റെ ആദ്യത്തെ സ്റ്റേജാണിത്. ആദ്യത്തെ സ്റ്റേജ്. ഇനി പതിയെ പതിയെ ഇതിന്റെ തനിനിറം പുറത്തു വന്നുകൊണ്ടേയിരിക്കും. പതിയെ പതിയെ നമ്മൾ ഈ പിന്നെ പേട്ട പോലീസ് സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് AKG സെന്റർ ഇരിക്കുന്നത്. അധികം വൈകാതെ അത് പച്ചയടിക്കും. അത് ശരി. ഇന്നലെ പച്ചയടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഒരു കാര്യം, ഇന്ന് രാവിലെ ഒരു വാർത്ത. PG സുരേഷ് കുമാർ ഷാജഹാനോട് ചോദിക്കുകയാണ്, ഈ മലപ്പുറത്ത് ഷാജഹാൻ പറയുന്നു മലപ്പുറത്ത് അൻവറിനെ തൊടാൻ പറ്റില്ല. മലപ്പുറത്ത് അല്ല, മലപ്പുറത്ത് ഷാജഹാൻ ഓട്ടിച്ചിട്ട് അടിച്ചതാ അപ്പോ PG സുരേഷ് കുമാർ തിരിച്ചു ചോദിക്കുന്നു, ഈ മലപ്പുറത്ത് ഈ ചോപ്പണിഞ്ഞു എന്ന് പറഞ്ഞത് പേരില് മാത്രമേ ഉള്ളല്ലേ? സുരേഷ് കുമാർ തിരിച്ചു ചോദിക്കുകയാണ്. അതായത് അൻവറിനെയും ജലീലിനെയും ഒന്നും മലപ്പുറത്ത് തൊടാൻ പറ്റാത്ത. അതേസമയം കണ്ണൂരായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ? അല്ല, പിന്നെ അവിടെ കണ്ണൂർ ജില്ല പിന്നെ ഞാൻ ജോലി ചെയ്തിട്ടുള്ള ജില്ലയാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഈ പറയുന്ന ഇവരുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്, അതിലൊരു പ്രദേശം എന്ന് പറഞ്ഞാൽ തലശ്ശേരിയാണ്. തലശ്ശേരി. അവിടെ പോലും ഇനി പിന്നെ ഇയാൾ പോയി നിന്നാ ജയിക്കും. അൻവർ ജയിക്കും. പാർട്ടി ഇപ്പൊ ഷംസീർ അല്ലേ? ഷംസീർ ഈ ഒരു ടൈം കൂടെ ഉള്ളൂ. ഈ ഒരു ഇതോടുകൂടി അവസാനിക്കാന്നല്ലോ. 2 ടൈമായി. ആ സീറ്റിനാണ് P ശശി നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ P ശശി എന്നല്ല, പിണറായി വിജയൻ അവിടെ വന്ന് മത്സരിച്ചാലും തലശ്ശേരിയിൽ അൻവർ ചെന്നിരുന്നാൽ ജയിക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് മാറ്റമാണ്. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. ഇസ്ലാമിക കേരളത്തിന്റെ ആരംഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കറക്റ്റാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, MVR തൊട്ട പാർട്ടി, MVR പോലെ
കണ്ണൂരത്തെ സിംഹമാണ് എം വി ആർ. എം വി ആറിന്റെ ഒരു ജന്മം എന്ന് പറയുന്ന കഥ, അല്ല, ഒരു ഘട്ടത്തിൽ എം വി ആർ പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു ജന്മത്തിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അതോ ഇന്റർവ്യൂവിലാണോ വ്യക്തതയില്ല, ഞാൻ മറന്നുപോയതായിരിക്കും. ഞാനൊരു വീട്ടിൽ ഒളിവിൽ കഴിയുകയാണ്. അപ്പോൾ എന്നെ പോലീസുകാരെന്നെ തിരക്കി ആ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്നപ്പോൾ വീടിന്റെ മച്ചിലാണ് ഞാൻ ഒളിവിൽ കഴിയുന്നത്. ഇപ്പം പിന്നെ പോലീസ് അവിടെ വന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പം ശല്യക്കാരനായ ഒരു ചെറുക്കൻ ടയർ ഇട്ട് തട്ടുവാന്ന്. ടയർ ഉരുട്ടുകയാണ് ശല്യക്കാരനായ ഒരു ചെറുക്കൻ, വീട്ടിന്റെ മുറ്റത്തിട്ട് ടയർ തട്ടി ഉരുട്ടുകയാണെന്ന്. പിന്നെ ഈ ചെറുക്കൻ കാരണം പോലീസ് പോകുന്നതുമില്ലെന്ന്. ഈ ചെറുക്കൻ ടയറിട്ട് അവിടെ കിടന്ന് ഈ തട്ടി ബഹളം ഉണ്ടാക്കുന്ന കാരണം പോലീസ് അവിടെ നിന്ന് പോകുന്നില്ലെന്ന്. അയാളെ നിങ്ങൾ ഇപ്പൊ വിളിക്കുന്ന ഇ പി ജയരാജൻ. ഇത് ഏത് ലെവലാ പറയുന്നതെന്ന് ആലോചിച്ചു. ആ ശല്യക്കാരെ ചെറുക്കനെ നിങ്ങൾ ഇപ്പൊ വിളിക്കുന്ന ഇ പി ജയരാജൻ. അതുപോലെ പവർ ആയിട്ടുള്ള, ഞാൻ ഈ എം വി ആറിന്റെ പ്രസംഗം പലപ്പോഴും കേട്ടിട്ടുള്ള ആളാണ്. പിന്നെ പുനലൂർ മത്സരിച്ച ആളാണ് എം വി ആർ. അത് ഞങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഈ ഡിവൈഎഫ്ഐക്കാര് അവിടെ നിന്ന് എം വി ആർ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ അവിടെ പിന്നെ മുദ്രാവാക്യം വിളിച്ചു, കൊലയാളി എന്നുള്ള മുദ്രാവാക്യം വിളിച്ചു. അപ്പോൾ പറഞ്ഞു, നീയൊക്കെ ഇപ്പൊ പിടിക്കുന്ന കൊടിയില്ലേ, അതുണ്ടാക്കിയ ഞാനടാന്ന് പറഞ്ഞു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിക്കുകയാണ്. 10 പേരെ കണ്ടേ ഉള്ളൂ, അറിയില്ലേ, 10-20 പേരേ ഉള്ളൂ. പിന്നെ UDF സീറ്റാണ് എം വി ആറിന് കൊടുക്കുന്നത്. എം വി ആർ തോറ്റു അവിടെ. പക്ഷേ പിന്നെ കൊലയാളി എന്ന് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞ ഡയലോഗ് അവിടെ നിന്നിട്ട്, അങ്ങനെ മനുഷ്യനെ, അങ്ങനെയുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യനെ ഒതുക്കിയ ഈ പാർട്ടിക്ക് പിന്നെ PV അൻവറിനെ തൊടാൻ പറ്റാത്തത് ഇത് ഇസ്ലാമിക കേരളത്തിന്റെ ആരംഭമാണ്. ഓക്കെ.